IFPHന്റെ 1792 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ അനുഷ വിവേക്, BHMS PG ഡിപ്ലോമ CCH CGO, ഫിസിഷ്യൻ, കൊച്ചിലാട്ട് ഹോമിയോ കെയർ, ചേരാനെല്ലൂർ, എറണാകുളം. ട്രൈക്കോളജിയിലെ തൻ്റെ സ്പെഷ്യലൈസേഷൻ ഓരോ രോഗിയുടെയും മൊത്തത്തിലുള്ള ക്ഷേമം പരിഗണിക്കുന്നതിനോടൊപ്പം മുടിയുടെയും തലയോട്ടിയുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രേരിപ്പിക്കുന്നു. 15 വർഷത്തിലധികം അനുഭവ പരിചയത്തോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട രോഗികളിൽ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഹോമിയോപ്പതിയുടെ രോഗശാന്തി സാധ്യതയിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നു. അലോപേഷ്യ ഏരിയറ്റയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചുള്ള തൻ്റെ ഗവേഷണം 2025 മലേഷ്യ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഹോമിയോപ്പതിയിൽ 1ാം സമ്മാനം നേടിക്കൊടുത്തു. ഇത് ആഗോളതലത്തിൽ തൻ്റെ പ്രവർത്തനത്തെ സാധൂകരിക്കുന്ന ഒരു അംഗീകാരമാണ്. മുടി കൊഴിച്ചിലും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് അനുഷ വിവേക് ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എല്ലാ ഡോക്ടേഴ്സിനും താങ്ക് യു. പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ സാറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിരുന്നു, ഡോക്ടർ മനോജ് സാറിൻ്റെ അടുത്ത്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ടു ദിസ് പ്ലാറ്റ്ഫോം. ഐ എം റിയലി ഹോണർഡ്. താങ്ക് യു സർ, താങ്ക് യു ഡോക്ടർ. സോ ഞാൻ ഇതാ എൻ്റെ ആദ്യത്തെ വെബിനാറാണ്. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇറ്റ്. അപ്പോൾ ഹോമിയോപ്പത്തിക് മാനേജ്മെന്റ് ഓഫ് അലോപേഷ്യ ഏരിയറ്റ, എ ക്ലിനിക്കൽ പെർസ്പെക്റ്റീവ് വിത്ത് ട്രൈക്കോസ്കോപ്പിക് സ്റ്റഡിയാണ്. First of all, I like to thank a divine thank you to Dr. Samuel Hahnemann. With deep reverence, we thank Dr. Samuel Hahnemann, a soul chosen to bring divine science of homeopathy. Through his wisdom, countless lives in body, mind, and spirit, may his light continue to guide our journey. So, another thank you note for Dr. George Vithoulkas. With deep gratitude, I thank Sir George Vithoulkas, whose teachings and profound wisdom ignited the confidence within me to practice and prescribe homeopathy with clarity and conviction. Your dedication to preserving the purity of Hahnemannian homeopathy has been a guiding light on my journey. Because of you, I believe not just in the science, but in the soul of true healing. May your legacy continue to inspire generations of healers. Thank you, sir. Aim: to present the findings of a 15-year clinical observational study that provides substantial evidence supporting the effectiveness of homeopathic treatment in reducing the symptoms of alopecia areata. Introduction. Alopecia areata is an autoimmune condition, often described as horror ototoxicus, where the immune system mistakenly attacks hair follicles, leading to varying degrees of hair loss. Triggering factors, that is constant emotional trauma, causes confusion in the antibodies, attacking and killing our own hair follicles. So, ഇതിൽ സപ്രഷൻ ഓഫ് ഇമോഷൻസ് വരുന്നത് ലവ്, ആങ്സൈറ്റി, ഷോക്ക്, ആങ്കർ, ഫിയർ, ഹേറ്റഡ്. പറഞ്ഞാൽ എനിക്ക് കേസസ് ഇതിലൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. ദേ വിൽ അണ്ടർഗോസ് കോൺസ്റ്റന്റ് ഇമോഷണൽ ട്രോമ. ഇപ്പം ഡിസപ്പോയിന്റ്മെന്റ് ഇൻ ലവ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കേസസ്, likewise they will be suffering in that trauma itself, and
അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ മദറിഫിക്കേഷൻ കാരണം തുപ്പാനും ഗൈപ്പോളജി കാരണം ഇറക്കാനും വയ്യാത്ത സ്റ്റേറ്റിൽ നമ്മുടെ ആന്റിബോഡീസ് നമ്മുടെ മൈൻഡും അതേപോലെ ആന്റിബോഡീസ് കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ പോകുമ്പോഴാണ് ഇറ്റ് വിൽ സ്റ്റാർട്ട് അറ്റാക്കിങ് അവർ ഓൺ ഹെയർ ഫോളിക്കിൾസ്. അത് അലോപേഷ്യ ഏരിയയായിട്ട് വരുത്തും. അതേപോലെ നമ്മുടെ മെലനിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു വിറ്റിലിഗോ. സോ അതേപോലെ ഇപ്പൊ സോറിയാസിസ് ദർ വിൽ ബി എക്സിസ്റ്റ് ഷെഡിങ് ഓഫ് സ്കിൻസ്. സോ ദിസ് സപ്രഷൻ ഓഫ് ഇമോഷൻസ് ആണ് കൂടുതലും നമ്മൾ ആക്ച്വലി എന്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതെടുക്കും. സോ ഇതിന്റെ അലോപേഷ്യ ഏരിയയുടെ വേരിയൻസ് ആണ്, ദാറ്റ് ഈസ് ടൈപ്സ്. Alopecia areata, single or multiple patches of hair loss. Alopecia totalis marana, complete loss of the scalp hair. And alopecia universalis, that is complete loss of all the body hairs. Virigan, Misha, Kanpili, Ophiasis. Symmetrical band-like hair loss pattern of the occipitofrontal parietal temporal region. It will be like a backside palm in the shape formation and all. So I'll show you the photos. This is patchy hair loss, that is alopecia areata. And this is a complete loss of scalp hair, that is totalis. Yes. And this is a complete loss of all body hairs, alopecia universalis. Evada kana namukku piriganilla, kanpili illa, tadi meesha onnum undanilla. Body hairs, loss of body hairs also. And ophiasis. This is what I told you. That is, there is a symmetric band like ഒരു ഓഫിയസിസ് പറയുന്ന തന്നെ ഒരു ആ വേർഡ് നമ്മൾ ടേം ചെയ്ത് എടുത്തിരിക്കുന്നത് മറ്റേ പാമ്പിന്റെ ഓഫിയാഡ് ഗ്രൂപ്പ്സ് റെപ്റ്റൈൽസ് എന്ന് പറയില്ലേ ആ രീതിയിലാണ്. സോ ദർ ഇസ് എ ബാൻഡ് ഫോർമേഷൻ അറ്റ് ദ ബാക്ക്. പ്രൊസീജിയർ ഇത് ക്ലിനിക്കിൽ വരുമ്പോൾ എന്റെ മെയിൻ ആയിട്ട് ട്രൈക്കോസ്കോപ്പിക് ഞാൻ പറഞ്ഞല്ലോ സ്റ്റഡി സ്കാൽപ്പ് അനാലിസിസ് ത്രൂ ട്രൈക്കോസ്കോപ്പിക് മെഷീൻ ആണ്. സോ ഐ ഷോ യു ദാറ്റ്. ഇതാണ് ട്രൈക്കോസ്കോപ്പിക് മെഷീൻ. സോ ഐ ക്യാൻ സീ ദ സ്കാൽപ്പ്. അത് ലാപ്ടോപ്പിൽ കണക്ട് ആയിട്ടുണ്ടാവും. യു ക്യാൻ വിഷ്വലൈസ് ദ ഡീറ്റെയിൽ സ്കാൽപ്പ് അനാലിസിസ്. പറഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിന്റെ റൂട്ട്സ് കാണാം. പറഞ്ഞ സീബം എങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കാൽപ്പ് ലൈക്ക് ഡ്രൈ സ്കാൽപ്പ്, ഓയിലി സ്കാൽപ്പ്, പിന്നെ മിക്സ് ടൈപ്പ് ഉണ്ടാവും. പറഞ്ഞാൽ ഓയിലിയും ഡ്രൈനെസ്സും മിക്സ്ഡ് ആയിട്ട് ഉള്ള ടൈപ്പ് സ്കാൽപ്പ്, പിന്നെ ഡിഫറെന്റ് ഡാൻഡ്രഫ് ടൈപ്സ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പ്രൊസീജിയറിൽ. സോ ദർ വിൽ ബി സ്കർഫി ഡാൻഡ്രഫ്, ദർ വിൽ ബി സെബോറിക് ടൈപ്പ് ഓഫ് ഡാൻഡ്രഫ്, പിന്നെ സ്റ്റബൺ ഡാൻഡ്രഫ്. സോ ഈവൻ സോറിയാസിസ് ഉണ്ട്, സ്കെയിലിംഗ്, ഷൈനി സ്കെയിലിംഗ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര ക്ലീൻ ആയിട്ട് നമുക്ക് ഈ ഒരു സ്കാൽപ്പ് അനാലിസിസ് ത്രൂ പേഷ്യൻസിനെ കാണിക്കാൻ പറ്റും. ആൻഡ് ആക്ച്വലി ദിസ് ഇസ് എ തിങ് വിച്ച് ഐ ക്യാൻ ഗീവ് കോൺഫിഡൻസ് ടു ദ പേഷ്യൻസ്. ലൈക്ക് അവർ ഒരു 2 weeks കഴിയുമ്പോഴേക്കും ദർ ക്യാൻ ബി ദ ഹെയർ ഗ്രോത്തും വരുന്നത്, പുതിയ ഹെയർ ഗ്രോത്ത് വരുന്നതും നമുക്ക് കാണാം. മെത്തഡ്. So scalp analysis through trichoscopic machine. Then trichoscopic machine analysis of patches and swollen hair roots. Swollen hair roots. So this okay. ഇതാണ് ഈ swollen hair roots. ഇത് കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ പാച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ കാണാം. സോ ദർ ആർ നോ ഹെയർസ് ഇൻ ദീസ് പാർട്ട് ആൻഡ് ദർ ഈസ് ബ്രേക്കേജ്. ഈ ഹെയർ ബ്രേക്കേജും ആ ഒരു പാച്ചിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ പാച്ചിൽ ഹെയർ ഇല്ല. പക്ഷെ ഈ ഇത് കാണുന്നത് നമ്മുടെ സീബം മറ്റേ സ്വെറ്റ് ഗ്ലാൻസിന്റെ ആണ് ഈ പോർസ്. ദീസ് ആർ ദ സ്വെറ്റ് ഗ്ലാൻഡ് പോർസ്. ദീസ് ആർ നോട്ട് ദ ഹെയർ റൂട്ട്സ്. ദീസ് ആർ ഹെയർ റൂട്ട്സ്. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ദ റൂട്ട്സ് വിൽ ബി ഓപ്പൺ. ഈ രീതിയിൽ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ പോർസ് ആണ്. ഞാൻ ഈ കാണിക്കുന്ന ഈ പോർസ് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിലാണ് ഹെയർ സ്ട്രാൻഡ്സ് വരുന്നത്. ബേസിക്കലി ഹെൽത്തി പോർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ക്ലോസ്ഡ് ആയിരിക്കും. ഇതിപ്പം ഓൾമോസ്റ്റ് വായം പൊളിച്ച് നിൽക്കുന്ന പോലെയാണ് ഈ പോർസ് നിൽക്കുന്നത്. സോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇഫ് യു ടച്ച് ദ ഹെയർ ഫോൾസ് ആ രീതിയിലായിരിക്കും. ചിലത് ഇത് പറയുന്നത് അത് തന്നെ ഇറ്റ് ഈസ് ജസ്റ്റ് റിമൂവിങ്. അത് ആന്റിബോഡീസ് തന്നെ നമ്മുടെ അത് ഇല്ലാതാക്കുന്നതാണ്.
and pre and post treatment images recorded. Basically ആ റെക്കോർഡിംഗ് നമുക്ക് ചെയ്യാം ഈ ഒരു പ്രൊസീജിയറിൽ. So this is what the density. ഈ നെക്സ്റ്റ് after 2 to 3 weeks നമ്മൾ ആ പാച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ലൈക്ക് ചിലത് 2 weeks, ചിലത് 6 weeks, ചിലത് 1 month 2 months കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും ഈ ഒരു ഹെയർ ഗ്രോത്ത് ആ പാച്ചിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. So that is what patients are satisfied with the results. So അവർക്ക് ആ ട്രീറ്റ്മെന്റ് ഓക്കെ there is something happening in my scalp, മുടി വരുന്നുണ്ട്, ആ ഡെൻസിറ്റി ഓഫ് ഹെയർ വരുമ്പോഴേക്കും they will feel like yeah, there are results, നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. So what will happen, the patients starts continuing with the treatment continuously. And treatment approach is like holistic and individualized remedies based on constitutional method. So it is like as എല്ലാ ഡോക്ടേഴ്സും പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആണ്. ആൻഡ് അൺലൈക്ക് കൺവെൻഷണൽ അലോപ്പത്തിക് ട്രീറ്റ്മെന്റ്സ് വിച്ച് ഫോക്കസ് സോളി ഓൺ എക്സ്റ്റേണൽ സിംറ്റംസ്, homeopathy addresses the internal imbalance contributing to alopecia areata. Allopathy approaches may sometimes exacerbate the condition and lead to recommendation of wigs without addressing the root cause. അവര് പൊതുവെ they won't see the root cause. എല്ലാ പേഷ്യൻസിനും ഒരേ ഓയിൻമെന്റ്സ് അങ്ങനെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുക. സോ കൂടുതലും അലോപ്പത്തി ട്രീറ്റ്മെന്റ്സിൽ പോയി ആ പാച്ചിന് അവര് ഓയിൻമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അത് ഒരു പാച്ച് ഉള്ളത് 2 പാച്ച് 3 പാച്ച് അങ്ങനെ ആഗ്രിവേറ്റ് ആയിട്ടുള്ള കേസസും വന്നിട്ടുണ്ട്. സോ സംടൈംസ് ആ പാച്ച് ചില സമയത്ത് അവർ ആ സ്റ്റിറോയിഡൽ ഇഞ്ചക്ഷൻ കൊടുത്ത കാരണം ചിലപ്പോൾ ഹെയർ ഗ്രോത്ത് വരുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കും. അതും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. And കുറച്ച് കേസ് ഡീറ്റെയിൽസ് നമുക്ക്. This is alopecia areata. Here the patient details goes like 35-year-old female, 9/9/2024 ലാണ് വന്നത്. Chief complaint was patchy hair loss for more than a month. Clinical findings on scalp analysis, dry scalp ആയിരുന്നു, പെയിൻഫുൾ ആയിരുന്നു, പാച്ച് പെയിൻഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻഡ്രഫ് പ്രോൺ ഏരിയസ് ഉണ്ടായിരുന്നു, ഇച്ചിങ് ഉണ്ടായിരുന്നു ആ ഒരു പാച്ചിന്റെ. And other complaints are facial hair growth since 2 years, requires shaving weekly shaving ആവശ്യം വരുന്നുണ്ട് ഫേഷ്യലിലും പിന്നെ ആംസ് അതൊക്കെ. മൈഗ്രെയിൻ since 2 years, that was location frontal ആണ്, type throbbing pulsating, aggravation sunlight and tension, amelioration tight bandage. The menstrual history, delayed periods for 2 months, LMP first week of August, flow 3 days, no pain, no white discharge. Past medical history, tubectomy and 1 miscarriage. Mind symptoms എടുത്ത് നോക്കുമ്പോൾ likes to be in company but also experiences loneliness, desires consolation, doesn't share personal values, personal issues, disorder, decision making confused ആകുന്നു, desires open air. Observation, tongue വന്നിട്ട് slight trembling ഉണ്ടാകുന്നു when she was protruding, lips are red. Personal history is appetite present, thirst normal, sleep good, desire spicy food, thermal ampithermal ആകുന്നു, stool regular, urine normal, sweat normal. So here the patient, she had like she was married, patient details എങ്ങനെയാണ്, married, had 3 children, but she was not positioned to do. She was a very well educated, studies like first rank holder, പിന്നെ MSc അതും first rank ആയിരുന്നു. പക്ഷെ after the marriage, after the kids, she was not in a position to go for work. സോ ആ ഒരു സപ്രഷൻ വേറെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരു ജോലി കിട്ടുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റാത്ത സ്റ്റേറ്റ്. സോ ഇൻലോസ് ഉണ്ട്, അവരെ നോക്കണം. സോ ഓൾ ദീസ് ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ആൾക്ക് ഇതന്നെ ഒരു മദറിഫിക്കേഷൻ കാരണം തുപ്പാനും ഗൈപ്പോളജി കാരണം ഇറക്കാനും വയ്യാത്തൊരു സ്റ്റേറ്റിൽ ഷീ എൻഡഡ് അപ്പ് വിത്ത് പാച്ച്. സോ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ പൾസാറ്റിൽ 30 ആയിരുന്നു, സിംഗിൾ ഡോസ്, and followed by PL for 15 days. Follow-ups, LMP, she got periods 39/2024, flow for 4 days, that increase I, no pain, headache only once, and hair fall reduced. Again, I have to repeat the one more dose of pulsatilla.
30, and next 1910 she got her periods in 1910, and flow was for 5 days. Hair fall reduced to 30 strands, and pain near patch absent. So headache better. Again RS 30 the continued, and outcome after 2 months. Hair fall significantly reduced, regular periods resumed, migraine improved, no pain at the bald patches, marked general improvement, and patient was satisfied with the treatment. And ഇതാണ് a result. So 9/9/2024 the patch, and this is what after the hair comparison നമുക്ക് ഇതിൽ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റും. 2012-2024 this was the result which I could give. So next case 2. Yeah. And this one, date was 29/2019. Patient 54-year-old male case. History of presenting illness, was suffering from alopecia universalis since 2004. And the patient came to me in 2019. So that was a very long gap after patient entered the വരുന്നത്. And before that, it was like the full universalis lotus patient complete. There was no eyebrows, eyelashes was not there, mustache, scalp hair. So he was like completely shaved scalp. And the scalp skin healthy, well hydrated, but no dandruff, no swelling ഉണ്ടാകുന്നില്ല. Complete loss of hair from scalp, mustache, eyelashes, body hair. Past history, if you take asthma since childhood, and took allopathic medications. ഈ time period he took allopathic medications, he took Ayurveda, he took tribal, കുറെ മെഡിക്കേഷൻസ് എടുത്തു. അതിന്റെ കൂടെ ഏറ്റവും സങ്കടം തോന്നിയ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, the patient told to me like even the people started whatever the people did അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടുവന്നു. ഒരു പ്രാവശ്യം കാന്താരി മുളക് എടുത്തിട്ട് അത് എന്താ പുഴുക്കടിയാന്ന് പറഞ്ഞിട്ട് കാന്താരി മുളക് എടുത്ത് പറ്റാൻ പറഞ്ഞു. ഇതുപോലും പേഷ്യൻസിന്റെ ഇമോഷണൽ സ്റ്റേറ്റിനെ പോലും ഇറ്റ് ഇസ് ലൈക്ക് ഹേർട്ടിങ് ദം. ആൻഡ് തെറ്റായ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പം ഹി എൻഡഡ് അപ്പ് വിത്ത് 1 week ബേണിംഗ് സെൻസേഷൻ. ആ കാന്താരി മുളക് അപ്ലൈ ചെയ്തിട്ട് ഹി എൻഡഡ് അപ്പ് വിത്ത് ദാറ്റ് പെയിൻ വിച്ച് വാസ് ഹേർട്ടിങ് മീ. ദ നെക്സ്റ്റ് mind symptoms. He prefers to be alone because universalis ആയ കാരണം he was like ആൾക്ക് ഒരു മരിപ്പിന് പോകാൻ പറ്റുന്നില്ല, കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, നോട്ട് ഈവൻ എ റീയൂണിയൻ. സോ ഇറ്റ് വാസ് ലൈക്ക് ഹി വാസ് become a little bit reserved, doesn't share his feelings, orderly and likes tidiness, strong decision making ആണ്, artist ആണ് ആള്, singer but not professionally he doesn't sing. Anxiety about financial loss. This was the main thing which I found out in his that atrayum long period he ended up with this condition was like he was a only breadwinner, and there was nobody to help him out, and he was in a financial loss. ഒരു കേസ് കോടതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് അത് he was under loss, his property അതൊക്കെ he lost it. Okay, then he had fear of dark, needs company, fear of dogs. And physical generals: appetite present, thirst increased, sleep normal. Food and general symptoms are like desire sweet potatoes, spicy eggs, thermals, he was chilly patient, stool sometimes constipated, urine normal, sweat profuse, nails pitted on. Here also one more thing I have to put on, like ഈ പാച്ചിയോളോസ് ഇല്ലെങ്കിൽ അലോപേഷ്യ ഏരിയാറ്റന്റെ പേഷ്യൻസിന്റെ നെയിൽസിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും. there can be pitted nails, there can be hardening of nails, there can be the ഇപ്പം നെയിൽ വിട്ട് വന്നിരിക്കുക ബെഡിന്ന്, ആ നെയിൽ ബെഡിന്ന് it will be like separated. And the other thing is like tongue is clean. Here the remedy prescribed was phosphorus 200, followed by SL for 1 month. Then hair growth seen in beard and scalp region 13/11/2019. Then 13/2/2020 patient was slightly stressed out, so an improvement was seized.
So I have to repeat to phosphorus 200, one dose. The result was like positive hair regrowth response seen after constitutional treatment. So this is the result. ഇങ്ങനെയായിരുന്നു സ്കാൽപ്പിന്റെ ആള് വന്ന സമയത്ത് ദിസ് വാസ് എ സ്കാൻ ആൻഡ് ഡ്യൂരിങ് ദ ട്രീറ്റ്മെന്റ് ഹെയർ ഗ്രോത്ത് വരാൻ തുടങ്ങി ആൻഡ് ദിസ് ഇസ് വാട്ട് ദ ഔട്ട്കം വാസ് which was really I was also like wondered. He came after 1 year. Every 3 months I used to send. He was not here. His job was in Delhi. So after 6 months he came and this was the result which I could give and he was very happy. ആള് റീയൂണിയനൊക്കെ പങ്കെടുക്കുന്നുണ്ട്, മാരേജസിന് പോകുന്നുണ്ട്. സോ ഐ വാസ് ലൈക്ക് ഹാപ്പി. The next. This is case 3. So this is alopecia areata. So dated 16/7/2024. Here the patient age is 27-year-old male. This is quite interesting. This case is, I'll tell you at the last. Alopecia areata here for the past 4 months. Scalp condition completely dry and swelling at the roots was present. Dandruff scurfy ആണ്. Scurfy എന്ന് പറഞ്ഞാൽ dry flaky type of dandruff ആണത്. Appears like white or gray scales on the scalp. Itching was there. Itching since the dandruff is there and he had a severe itching. So past history. Previously used allopathic creams. Currently using Momtaz cream for the dandruff. Time and എടുത്ത് treatment വന്ന സമയത്ത് he was using Momtaz cream. Main symptoms are he likes to be alone, reserved ആണ്, does not share his feelings, prefers solitude, doesn't like to be consoled, sensitive nature ആണ്, avoids hurting others. So fear വന്നിട്ട് fear of height and fear of depth of water. Depth of water നെ പറയുന്നതാണ് thalassophobia. And there is another thing, fear of depth അല്ലെങ്കിൽ fear of deep. അത് വന്നിട്ട് ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഡെപ്ത് കേവ്സിന്റെ ഉള്ളിലോട്ട് പോകുന്ന ടണലിന്റെ ഉള്ളിലോട്ട് ആ ഡെപ്ത് അതും ഫിയർ ഉള്ളത് ദാറ്റ് ഈസ് കോൾഡ് ഫിയർ ബാത്തോഫോബിയ എന്ന് അതിന് പറയാം. ആൻഡ് ദിസ് പേഴ്സണൽ ഹിസ്റ്ററി ഈസ് ലൈക്ക് thirstless ആണ്, desire sweets and spicy food, stool once daily, regular ആണ് and satisfactory, tongue looks pale and coated. Remedy here, I prescribed this Natramur 30 single dose followed by 1 month Saclacamo. It was like, and he didn't turn up. അതാണ് കേസ്. ഈ ഒരു ഫസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ഈ പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് and I was referred from him വേറെ പേഷ്യൻസിനെ ഈവൻ റെഫർ ചെയ്യാറുണ്ട് ഈ പാച്ചി ഹെയർ ലോസ് ആയിട്ട്. But I was not able to see this fellow. And a patient I told I want to see him, tell him to come. And I was like shocked when he returned. Next. Idarnu our result. So patch was completely clear. So you can see he came on 17/12/2022 വന്നതാ. ആ ഒരു നാട്രമ്യൂർ 30 മാത്രം ഒറ്റ ഡോസ് എടുത്തു. പിന്നെ ആശാനെ കാണുന്നത് ഞാൻ 13/7/2024 എന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഈ പാച്ച് ഫുള്ളും ക്ലിയർ ആയിട്ടുള്ളത്. സോ ഹി വാസ് ലൈക്ക് ഡോക്ടർ ആ ഒരു ഫസ്റ്റ് മെഡിക്കേഷൻസ് തന്നെ എന്റെ കംപ്ലീറ്റ് ആയിട്ട് അത് ഹെയർ ഗ്രോത്തും വന്നു, പാച്ചും ക്ലിയർ ആയി. സോ ഞാൻ പിന്നെ എനിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആള് പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ദിസ് വാസ് എ റിസൾട്ട്. സോ ദിസ് ഇസ് എ കേസ് വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇൻ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷന് the results are there. And the other similar cases with results like hair growth either 2 weeks through trichoscopic 2 weeks hair growth varan start cheyda case adu within I think within 6 months this was a result. And here this is a case, idu oru 5 vayasaya kunninteyana, idu 2 weeks il ee oru condition 2 weeks il ee oru cheriye namukku idu complete aayittu plain patch aayittu idu kedakkanam. Here you can see the hair growth. This one also 5-year kid. Idu patch, ചെറിയൊരു patch ആയിരുന്നു. This was like
ആ പാച്ചിൽ ഓയിൻമെന്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഈ ഒരു പാച്ച് ഇത്രയും ആഗ്രിവേറ്റ് ആയത്, ഇത്രയും വലിയ പാച്ചസ് ഫോം ആയത് ആ ഓയിൻമെന്റ് ഇട്ട് കഴിഞ്ഞിട്ടാന്നാ പറഞ്ഞത്. സോ നെക്സ്റ്റ് അത് ആയുർവേദിക് ട്രീറ്റ്മെന്റിന് പോയി അവിടെ എന്തോ ഒരു ചൂർണം കൊടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോര വരുത്തണം അങ്ങനെ. ഐ ജസ്റ്റ് ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പക്ഷേ ദർ വാസ് എ ബ്ലീഡിങ് ഫ്രം ദറ്റ് ഏരിയ. ഈ പാച്ച് ബ്ലീഡിങ് ആയി, ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ്, അത് ഇൻഫെക്ഷൻ ആയി. സോ ദെൻ ദേ സ്റ്റോപ്ഡ് ദ ആയുർവേദിക് ട്രീറ്റ്മെന്റ്. ദെൻ ദേ കെയിം ടു മീ with this much bigger patches, and then after that during the treatment hair growth വരാൻ സ്റ്റാർട്ട് ആയ അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് complete hair growth. This was like within 8 months I could give this result. So anyway, a heartfelt thanks and gratitude. I would like to sincerely thank Dr. Bindu, Assistant Professor at Sri Vidyadhiraja Homeopathic Medical College, for kindly referring me to the International Forum for Promoting Homeopathy. Your support and encouragement mean a lot to me. I also extend my heartfelt gratitude to Dr. Manoj for his unwavering support and for giving me the opportunity to be a part of this wonderful platform. Your guidance and belief in my work inspire me to continue contributing to the growth of homeopathy. Thank you, Doctor. Thank you, Dr. Manoj. Thank you, sir. Thank you all for giving this opportunity. And sorry for the starting mistakes. I'm really sorry. This is my first session. So, please excuse me. നന്ദി അനുഷ ഡോക്ടറെ. ഫസ്റ്റ് ആയിരുന്നെങ്കിലും വളരെ നല്ല രീതിയിൽ ഡോക്ടർ ക്ലാസ് എടുത്തു. പിന്നെ ആദ്യം വന്ന അതൊക്കെ സാരമില്ല, ഇനി അടുത്ത പ്രാവശ്യം കറക്റ്റായി വരും. സ്ക്രീൻ ഷെയറിംഗ് സ്ക്രീൻ ഒന്ന് നിർത്താമോ? സ്ക്രീൻ ഷെയറിംഗ് അങ്ങ് നിർത്തണേ. സ്ക്രീൻ ഷെയറിംഗ് ക്ലോസ് ചെയ്യണം. നിർത്തിയിട്ടുണ്ട്. നമുക്ക് മറിയം ഡോക്ടറെ ഹോസ്റ്റിനും ചെയ്യാം ഡോക്ടറെ, കുഴപ്പമില്ല. അതാ ഇതൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. ഇത് അത് കഴിഞ്ഞു. കുഴപ്പമില്ല, അതും പഠിക്കാം. ഇപ്പൊ പഠിച്ചല്ലോ. നമുക്ക് ഇന്നൊരു കാര്യം നമ്മുടെ തുടക്കത്തിൽ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ ശാന്താചന്ദ്ര മാഡത്തിന്റെ ഭർത്താവ് ഇന്ന് ലോകത്തിൽ നിന്ന് കടന്നുപോയി. അത് നമ്മളുടെ ഈ IFBHന്റെ അനുശോചനം പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് ഒരു നിമിഷം ഒരു മൗന പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കാം. നന്ദി. നമുക്ക് ഇനി ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനോ എന്തെങ്കിലും സംശയം ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യേണ്ടതാണ്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. മനോജ് ഡോക്ടർ. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ അനുഷ ഡോക്ടർ വളരെ നല്ല ഭംഗിയായിരുന്നു, പറയാൻ നിർത്തില്ല. മാത്രമല്ല കേട്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പൊതുവേ നമ്മുടെ ഈ സിംഗിൾ ഡോസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തിയറിയാണ് എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എവിടെയാണ് ഈ പിഴച്ചതെന്ന് മനസ്സിലാകില്ല. നമ്മുടെ തോട്ട്സിലാണ് കുഴപ്പം, വ്യക്തമായില്ല. ഇത്രയും നല്ല കേസുകളുണ്ട്, ഉജ്ജ്വലമായിട്ട് ഡോക്ടർ കൈകാര്യം ചെയ്തു. അതുപോലെ ഈ ട്രൈക്കോസ്കോപ്പ് അതെന്താണ്, അതിന്റെ മെഷീനിന്റെ അതിന്റെ എക്സ്പെൻസ് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് എക്സ്പെൻസ് ഇപ്പമുള്ള എക്സ്പെൻസ് 2 lakhs ആവും. ആ ഒരു സോഫ്റ്റ്വെയറിനാണ് അവര് ഇക്വിപ്മെന്റ് ആകെ ചെറുതുള്ളൂ, പക്ഷെ അതിന്റെ സോഫ്റ്റ്വെയറിന് അവര് കാശ് എടുക്കുന്നത് നിയർലി 2 lakhs. ഇത് സൗത്ത് കൊറിയയിൽ നിന്നാണ് ഞാൻ വരുത്തിയത് സർ. കുറെ അന്വേഷിച്ചു, എന്നിട്ടാണ് ലാസ്റ്റില് സൗത്ത് കൊറിയയിൽ നിന്ന് അത് വരുത്തിയത്. നിയർലി 16 days എടുത്തു ആ ഒരു മെഷീൻ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ത്യ മാർട്ടിലാണ് അന്വേഷിച്ചത്. ഇന്ത്യ മാർട്ടിൽ അന്വേഷിച്ചപ്പം അവര് എനിക്ക് ഒരു ഡീലറിന്റെ നമ്പർ തന്നു. ആ ഡീലർ വന്നിട്ട് പിന്നെ അവര് സൗത്ത് കൊറിയയിൽ നിന്ന് അത് വരുത്തിക്കുക ചെയ്തത്. സോ പക്ഷെ ഇത് ഞാൻ പഠിച്ചത് ബാംഗ്ലൂരായിരുന്നു, റിച്ച്ഫീൽഡ് ട്രൈക്കോളജി സെന്റർ എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ആക്ച്വലി ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈക്കോളജിസ്റ്റ്
ഡോക്ടർ സൊനാൽ ഷാ, ഡോക്ടർ അപൂർവ ഷാ, ഇവർ രണ്ടുപേരും ഹോമിയോ ഡോക്ടേഴ്സ് ആണ്. അവര് ലിങ്കോ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലുണ്ട്. സോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ഈ ട്രൈക്കോളജീന്റെ പറ്റിയിട്ട് പഠിച്ചത്. അപ്പം ആ സമയത്ത് പഠിക്കുമ്പോഴേക്കും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ വരുന്നേ ഉണ്ടാവുന്നുള്ളൂ ഫീൽഡിലോട്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, PRP, ഈ സംഭവങ്ങളൊക്കെ ഫീൽഡിലോട്ട് വരുന്നേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം എനിക്ക് ആ ഒരു കംപ്ലീറ്റ് ട്രൈക്കോസ്കോപ്പിക് സ്റ്റഡി ചെയ്യാൻ പറ്റി. സ്കാൽപ്പിന്റെ വേരിയൻസും എല്ലാം പഠിക്കാൻ പറ്റി. ഡാൻഡ്രഫിന്റെ ടൈപ്സ്, അങ്ങനെ സ്കിന്നിന്റെ കണ്ടീഷൻസ്, അപ്പം സീബം സെക്രീഷൻസ്, ഇപ്പൊ കുറെ അങ്ങനെ പഠിക്കാൻ പറ്റി. സോ പേഷ്യൻസിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ട്. ആൻഡ് ദേ ആർ ഹാപ്പി. സോ നമ്മുടെ അടുത്ത് വരുമ്പം അത്രയും നമ്മൾ ഒരിച്ചിരി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പം ഫീൽ ദാറ്റ് ഓക്കെ. മറ്റേത് നമ്മൾ സാധാരണ ഡോക്ടേഴ്സിന് ഇങ്ങനെ ആ മുടി വരും എന്ന് പറയല്ലോ, പക്ഷെ നമുക്കത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അതെ. സംഭവം ഉണ്ട്. ഡോക്ടർ ഇത്രയും അപ്പൊ പഠിക്കാനുള്ള താല്പര്യം കാണിച്ചു, അതിന് എഫേർട്ട് എടുത്തു, ഇൻവെസ്റ്റ് ചെയ്തു. ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ പഴയ ഡോക്ടറോട്ട് വ്യത്യാസം വെച്ചാൽ ഇവരൊക്കെ ഒരുപാട് പഠിക്കുന്നുള്ളതാണ്. 30, 40 വർഷം ഒരു BHMS കൂടി വന്നൊരു PG എടുത്ത് അവിടെ നിൽക്കുകയാണ്. പിന്നെ അതിനപ്പുറത്തോട്ടില്ല. ഇല്ല, റെയിൽവേ പാളത്തിൽ ക്ലോസ് ഇങ്ങനെ വെച്ച് ബ്ലോക്ക് ചെയ്ത് വെക്കില്ല, അതിനപ്പുറത്തില്ല. പക്ഷെ നിങ്ങളെ പോലുള്ള പുതിയ ജനറേഷൻ ആൾക്കാർ ധാരാളം പഠിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും അത്ഭുതകരമായ കാര്യം. അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാകും. മാത്രമല്ല, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ടെക്നോളജീസ് അപ്ലൈ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലും ഉണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ താങ്ക് യു. വളരെ വളരെ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇത് കേട്ടെടുത്തോളാം. അപ്പൊ ഇതുപോലെ ഇതിൽ അതെ കൂടുതൽ വരിക മാത്രമല്ല, ഡോക്ടർ ആ ഒരു സെന്ററിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോകുക എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഇതിപ്പോ കണ്ടപ്പോൾ തന്നെ കുറച്ച് കേസുകൾ കുറെ ആൾക്കാരെന്റെ മുഖങ്ങൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി, അവരെ ഇങ്ങോട്ട് റെഫർ ചെയ്യാന്നുള്ളത്. ഇപ്പൊ IFPH അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ പലർക്കും റെഫർ ചെയ്യാറുണ്ട്. ഞാൻ എത്രയോ പേർക്ക് വിദേശത്തും സ്വദേശത്തും റെഫർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഡോക്ടർ റെഗുലറായിട്ട് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്യണം. പിന്നെ ഷുവർ ഡോക്ടർ, ഷുവർ ഷുവർ ഷുവർ. ഇതെന്റെ ആക്ച്വലി ഞാൻ ഇങ്ങനെ പതുങ്ങിയിരിക്കായിരുന്നു. അധികം ഇത് പറഞ്ഞ എനിക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, കൂടുതലും ക്ലിനിക്കൽ സൈഡ് തന്നെ പ്രാക്ടീസ് ഭയങ്കര, എനിക്ക് ഹോമിയോപ്പതി പ്രാക്ടീസ് തന്നെ വേണം പറഞ്ഞിട്ട് തെരഞ്ഞെടുത്തത്. ആക്ച്വലി ഞാൻ MD ചെയ്തതായിരുന്നു, പക്ഷെ എനിക്കത് ചെയ്യാൻ പറഞ്ഞ അതിലോട്ട് പോകുന്നതിനെക്കാട്ടും പ്രാക്ടീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പിന്നെ കണ്ടിന്യൂസ് പ്രാക്ടീസിലോട്ട് പോയി. അതിന്റെ ആ ഒരു പ്രാക്ടീസിന്റെ ഇതിലാണ് എനിക്ക് ട്രൈക്കോളജി പഠിക്കാൻ പറ്റിയത്. അപ്പം അതൊരു ആഡഡ് എന്തായാലും ഫാക്ടർ നമ്മൾ ആയി. ഈ 1700 അടുപ്പിച്ചാവുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുള്ളത് അറിഞ്ഞിരിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഓക്കെ, സുഹൃത്തുക്കളിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. മാത്രമല്ല, ഈ ഷുവർ കണക്ടിവിറ്റി ഡോക്ടർ. വളരെ വലുതാണ്. ഈ പറഞ്ഞ കണക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ മാത്രമല്ല, ഇതിപ്പോ 51 പേരെ ഉള്ളെങ്കിലും ശരിക്കും ഇത് വർഷങ്ങളോ അങ്ങനെ ഓടുകയാണ്. ഒരുപക്ഷെ നമ്മളില്ലെങ്കിൽ പോലും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ. വളരെ നന്നായിട്ട് അഭിനന്ദനങ്ങൾ. ഇനിയും തുടരുക. മാത്രമല്ല, അതിനെ താങ്ക് യു ഡോക്ടർ. മോഡിഫൈ ചെയ്യുക. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം സ്പെഷ്യലൈസേഷൻ ആവശ്യമാണ് ഓരോ വിഷയത്തിലും. ഇത് തന്നെ ഡോക്ടർ ഇത്രയും നല്ല കേസുകൾ പ്രസന്റ് ചെയ്തു. വേറെ എങ്ങും ഒരു നിവൃത്തിയില്ലാത്ത കേസാണ്. ലക്ഷങ്ങൾ ചെലവാക്കിയ തല പോലും പോയി. ഇപ്പൊ അടുത്തിടയ്ക്ക് ഇതിനെക്കുറിച്ച് ചർച്ച നടന്നല്ലോ, ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വന്ന ആൾക്കാർ മരിച്ചതായിട്ട് സംഭവം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസം ഡോക്ടർ. അതെ അതെ അപ്പൊ അത്രയും സീരിയസ് അതെ ആക്ച്വലി അതിനെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റും. എന്ന് വെച്ചാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ച്വലി ഇത് ഇപ്പോഴും റിസർച്ചിലാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ. അത് ശരിക്കും പറഞ്ഞാൽ ആ റിസർച്ചിലാണ് ഇപ്പോഴും പോയോണ്ടിരിക്കുന്നത്. ആഫ്റ്റർ ലൈക്ക് 20 years ഒക്കെ എന്തായിരിക്കും ഇവരുടെ സ്കാൽപ്പിൽ എങ്ങനെയാണ് റിയാക്ഷൻസ് ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റാത്ത സ്റ്റേജാണ്. സോ ഈവൻ PRP ഇതൊക്കെ റിസർച്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റെം സെൽ തെറാപ്പി അഗെയിൻ ദാറ്റ് ഈസ് ഓൾസോ ദ റിസർച്ച്. ഇതൊക്കെ മാർക്കറ്റിൽ അങ്ങ് ഇറക്കിയിരിക്കുക ഇവര്. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് ഒരു വിഷമമുള്ള ഇത്രയും പൊട്ടൻഷ്യൽ ഒരാളിനെ ഏതെങ്കിലും കോളേജുകാരെ ഇൻവൈറ്റ് ചെയ്ത് ക്ലാസ് നടത്തിക്കുകയും ചെയ്യില്ല. എനിക്ക് നിന്റെ അറിവില്ല, ഉണ്ടോ? എവിടെയെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല ഇല്ല. ഡോക്ടർ. അതാണ്. ഇപ്പൊ ഞാനിത് കഴിഞ്ഞ ദിവസം ബിന്ദു ബിയാറിന്റെ വായിന്ന് ഒരു വാക്ക് കിട്ടിയതാണ്. അപ്പൊ അവരും മറ്റേ മലേഷ്യയിലെ കോൺഫറൻസ് അല്ലേ, മലേഷ്യയില്. ശരിക്കും പറഞ്ഞാൽ ഷാജി കുടിയാട്ട് ഡോക്ടർ മലേഷ്യയിലെ കോൺഫറൻസിനെ കുറിച്ച് IFPH ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനത് ബിന്ദു ബിയാർ ഷെയർ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇവരവിടെ ശരി. പോകുന്ന നല്ല അപ്ലോസ് ഇട്ട് തിരിച്ചു വരുന്നു. അപ്പൊ ഈ ഒരു പേര് കിട്ടിയുള്ള അപ്പോഴേ വിളിച്ചതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സമീപനമാണ് യഥാർത്ഥം എല്ലാവരും പുലർത്തേണ്ടത്. എല്ലാവരും അതെ പ്രോത്സാഹിപ്പിക്കുക, മാക്സിമം പഠിക്കുക. സന്തോഷം, വളരെ അതെ. നന്നായി. അഭിനന്ദനങ്ങൾ. ഓക്കെ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. എനിക്ക് ഇത് കേട്ടിട്ട് ഐ എം റിയലി ഹാപ്പി. ഓവർ റിയലി താങ്ക് യു ഡോക്ടർ. താങ്ക് യു. എല്ലാ ഡോക്ടേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നന്ദി വനജ ഡോക്ടറെ. ഒന്നാമത്തെ കാര്യം, ഇത്രയും നാളും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതും ഉണ്ട്.
നമ്മുടെ ഇവിടെ വെച്ച് നമ്മൾ അറിഞ്ഞില്ല, മലേഷ്യയിൽ നിന്നുള്ള ഒരു ഇതിൽ മാത്രമാണ് ഇപ്പൊ അറിയാൻ സാധിച്ചതെന്നുള്ള ഒരു കുറവുകൂടെ നമുക്കുണ്ട് അല്ലേ? അതുപോലെ ഇനിയെങ്കിലും ഡോക്ടർ മറ്റുള്ളവരെയും കൂടെ ഇതിലേക്ക് ഈ നമ്മുടെ IFBHലേക്ക് കൊണ്ടുവരണം, കൂടുതൽ വളരാനും കൂടെ ഒരു സാഹചര്യമാകും എന്നും കൂടെ ഷുവർ ഡോക്ടർ, ഷുവർ. ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഷൈല ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഹോസ്റ്റ് ആണല്ലോ, സംസാരിക്കാമല്ലോ. താങ്ക്സ് മറിയമ്മ ഡോക്ടറെ. Thank you. മനോജ് ഡോക്ടർ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാം. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ നേരത്തെ തീർന്നു പോയതിൽ ഒരു ചെറിയ വിഷമമുണ്ട്. പെട്ടെന്ന് തീർന്നു. ക്ഷമിക്കണം ഡോക്ടർ, ആദ്യത്തെ വെബിനാർ ആയ കാരണം ഞാൻ 10-20 വരെ വേണമെങ്കിൽ പ്രസന്റേഷൻ നടത്താമായിരുന്നു. അപ്പൊ 1-2 കേസുകളൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം അതാണ്. അല്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അതും കൂടി കേൾക്കാമായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് ഇനിയും പറഞ്ഞതാണ്. വരുമല്ലോ ഡോക്ടർ, ഇനിയും ആ, ഉണ്ടല്ലോ, വരും. അപ്പൊ തീർന്നില്ല. അതുപോലെ ഇനിയും എടുക്കാം ഡോക്ടർ, കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും. ഞാൻ വേറെ കേസസ് അപ്പോഴേ ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചതേ ഉള്ളൂ. അനുഷ ഡോക്ടറെ വായിൽ നിന്ന് തന്നെ വന്നു, ഞാൻ ഇത്തിരി ഒന്ന് മൂലയിലോട്ടൊന്ന് ഒതുങ്ങി അങ്ങ് രംഗത്ത് വരാതെ ഇരിക്കാനായിരുന്നു ഇഷ്ടമെന്ന്. പക്ഷെ തീർച്ചയായിട്ടും അത് ഒരിക്കലും പാടില്ല. ഡോക്ടർ അരങ്ങത്തോട്ട് വരേണ്ട ആള് തന്നെയാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഡോക്ടർ, താങ്ക് യു. സൈഡാവരുത്. നല്ല പെർഫോമൻസ്, ഒരിക്കലും നല്ല കേസുകള് ഞാൻ തന്നെ വളരെ അത്ഭുതത്തോടെ അതിശയത്തോടെയും കേട്ടോണ്ടിരുന്നു. ഒറ്റ ഡോസ് മരുന്നുകൊണ്ട് അലോപേഷ്യ, എല്ലാ തരത്തിലുള്ള അലോപേഷ്യകളും ക്യൂറാക്കുന്നത് കണ്ടിങ്ങനെ അത്ഭുതത്തോടെ കേട്ടോണ്ടിരുന്നത്. വളരെ നല്ല ട്രീറ്റ്മെന്റ് അതിന്റെ തനി ഹോമിയോപ്പതി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നു. വളരെ താങ്ക് യു ഡോക്ടർ. സന്തോഷം. അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും മനസ്സിന് വളരെ സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല കേസുകൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഇനിയും വരണം. അതുപോലെ ഷുവർ ഡോക്ടറുടെ ഡോക്ടർ, താങ്ക് യു. ഇതുപോലെ ക്ലാസ് എടുക്കാനും മിടുക്കരായിട്ടുള്ള വേറെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരണം. ഡോക്ടറുടെ ഷുവർ ക്ലാസ്സിൽ ഡോക്ടർ, ഷുവർ. വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരും. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ എന്റെ ഒരു കണ്ണ് പറഞ്ഞില്ലേ, നിറയിപ്പിച്ചു കേട്ടോ. ഈ മറിയമ്മ ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, അദ്ദേഹം ഗുരു നിത്യ ചൈതന്യ എഴുതി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് ഒരു സെപ്പറേറ്റ് യൂട്ടൈൽസ് മീഡിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോ ബ്രസൽസിൽ ചെന്നപ്പോ അവിടെ ഒരാള് പറഞ്ഞു, ഡോക്ടർ ചെറായി ശ്രീധരനെ പോയി കണ്ടാൽ മതിയെന്ന്. അപ്പം നിത്യചൈതന്യ താമസിക്കുന്ന വർക്കലയാണ്. പുള്ളി പറയാണ്, വർക്കലക്കാരനെ എനിക്ക് കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള ചെറായി ശ്രീധരനെ കുറിച്ച് അറിയണമെങ്കിൽ മറ്റേ ബ്രസൽസിൽ പോകേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മുടെ ഈ കണക്ടിവിറ്റി മോശമാണ്. അപ്പൊ അത് കുറെ കൂടെ സെൻസിറ്റൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനോ സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഞാനൊരു അഭിപ്രായം സംശയം ഒന്ന് ചോദിച്ചോട്ടെ. നമുക്ക് കുറച്ചൊന്ന് ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നല്ലപോലെ അങ്ങ് പോകുന്നല്ലോ, തലയോട്ട് തെളിഞ്ഞ് കാണുന്ന ഒരു സ്റ്റേജ് ആണല്ലോ. അതെ അതെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഷുവറായിട്ട്. ആക്ച്വലി ലേഡീസിന് ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പറഞ്ഞ അവർ വിചാരിക്കും സ്കാൽപ്പ് വിസിബിലിറ്റി വന്ന ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ അവസ്ഥയിൽ എത്തുമെന്ന്. പക്ഷെ ഒരിക്കലും ഇല്ല മാം. നമ്മൾ ആ വിഷ്വലൈസ് ചെയ്യല്ലോ, ആ സ്കാൽപ്പ് ട്രൈക്കോസ്കോപ്പിക് മെഷീനിൽ നമ്മൾ നോക്കുമ്പോൾ റൂട്ട്സ് ഉണ്ടാവും. റൂട്ട്സ് ഡെഡ് ആയിട്ടുണ്ടാവില്ല. അതിന്ന് റീഗെയിൻ ചെയ്ത് റീജുവേഷൻ നമുക്ക് 100% കൊടുക്കാം. ആ റൂട്ട്സ് ഉണ്ടെങ്കിൽ അതിന്ന് ഇത് എന്താണ് നമുക്ക് റിസൾട്ട്സ് കൊടുക്കാം. അതേപോലെ 75-year-old പേഷ്യന്റിനെ പോലും ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ ഏറ്റവും പ്രായം കൂടിയ അത്ര വരെ എനിക്ക് റിസൾട്ട്സ് കൊടുക്കാൻ പറ്റി മാം. ഹോമിയോപ്പത്തിനും സാമ്യൽ ഹനിമനും ഞാൻ നന്ദി പറയുന്നു സത്യം പറഞ്ഞ. എന്തെങ്കിലും എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യാറുണ്ടോ? എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് ഓയിൽ ഷാംപൂസും കൊടുക്കാം മാം. ഇപ്പൊ സ്കാൽപ്പിനനുസരിച്ചിട്ട് ആ ടൈപ്പിനനുസരിച്ചിട്ട് എനിക്ക് ഓയിൽ ഷാംപൂസും കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസ്, ഹോമിയോത്തെ ഓയിൽ ഷാംപൂ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. സോ അതും വേണം. നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കണം. എന്ന് വെച്ചാൽ ഇപ്പം പറയും എല്ലാ ദിവസവും കുളിച്ചാൽ മുടി പോകുന്നത്. ഈ മുടി കൊഴിച്ചിലിനെ പറ്റിയിട്ട് പറയണമെങ്കിൽ എനിക്ക് അതും വേറെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം. ഹെയർ ഫോൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ 100 സ്ട്രാൻഡ്സ് എവറി ഡേ പോകുന്ന അത് തെറ്റാ പറയുന്നത്. 100 സ്ട്രാൻഡ്സ് അല്ല. നമ്മളിത് നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് പേഷ്യൻസിന്റെ അടുത്തുനിന്ന് എനിക്ക് ക്ലീൻ ആയിട്ട് പറയാൻ പറ്റും. ഹെയർ ഫോൾ
ഗ്രോത്ത് 80%ഉം ഫോളിങ് 20% ആണ്. കാരണം എവറി ഡേ 80% ഹെയർ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും, 20% ഫോളിങ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ 50 സ്ട്രാൻഡ്സ് ഡെയിലി പോകുന്നുണ്ടെന്നാണ് അത് പറഞ്ഞാൽ 50% ഉള്ള ഹെയർ ഗ്രോത്ത്, 50% ഫോളിങ് ആണ്. ഇപ്പം 100 സ്ട്രാൻഡ്സ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഹെയർ ഗ്രോത്ത് ഹാപ്പനിങ്. മനസ്സിലായി? സോ ഹോമിയോപ്പത്തി മെഡിസിൻസ് കൊടുത്തിട്ട് ആ സൈക്കിൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഹെയർ ഗ്രോത്ത് അനാജൻ ഫേസ് ഉണ്ട്, കെറ്റാജൻ സ്റ്റേജ് ഉണ്ട്, ടിലോജൻ ഫേസ് ഉണ്ട്. അപ്പോൾ അനാജൻ വന്നിട്ട് ഗ്രോത്ത് ഫേസ് ആണ്, കെറ്റാജൻ ഫോളിങ് സ്റ്റാറ്റിക് സ്റ്റേജ് ആണ്, ടിലോജൻ വന്നിട്ട് ഫോളിങ് സ്റ്റേജ് ആണ്. അതാണ് ഈ പെണ്ണുങ്ങളുടെ കേസസിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ് ടിലോജൻ എഫ്ലിയം എന്നാണ്. കാരണം ഗ്രോത്ത് സ്റ്റേജിൽ തന്നെ ഫോൾ ആവാം. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് അനാജൻ ഫേസിൽ തന്നെ ഫോളിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാരണമാണ് ടിലോജൻ എഫ്ലിയം എന്ന് അതിന് പറയാം. അപ്പം ഇപ്പൊ പുതിയ മുടി വരുന്നുണ്ടെങ്കിൽ ആ സോളൻ ഹെയർ റൂട്ട്സ് ഇതേപോലെ സോളൻ ഹെയർ റൂട്ട്സ് ആയിരിക്കും. അപ്പൊ ആ വരുന്ന മുടി അപ്പം തന്നെ നമ്മൾ ചുമ്മാ തൊടുമ്പോഴേക്കും മുടി പോകും. അപ്പൊ നമ്മളെപ്പോഴും എണ്ണയൊക്കെ തേക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഒട്ടും നമ്മൾ ഇട്ടിട്ട് തിരുമ്പരുത്. ഓയിൽ അപ്ലിക്കേഷനും അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹെയറിന്റെ ഇതിൽ നോക്കിയാൽ. ഇപ്പൊ ആ ഒരു സബ്ജക്റ്റിൽ ഒരു ക്ലാസ്സുമായിട്ട് അപ്പൊ ഡോക്ടർ നമുക്ക് തീർച്ചയായിട്ടും മാം പറഞ്ഞ പോലെ ഹെയർ ഫോള് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹെയർ ഗ്രോത്തും വരുത്താൻ പറ്റും. ഇപ്പൊ മാം ടെൻഷൻ അടിക്കണ്ട, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡോക്ടറുടെ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? ഷുവർ ഷുവർ മാം, നമ്പർ എഴുതിയെടുത്തോളൂ. 95 391 13 291. 9539113291. എന്തായാലും ഡോക്ടർക്ക് നാളെ തൊട്ട് ഒരുപാട് കോൾസ് പ്രതീക്ഷിക്കാം, ഉറപ്പാണ്. ഈ ഒരു വിഷയത്തില് സത്യത്തില് വലിയൊരു മനപ്രയാസമുള്ള ഒരു കാര്യമാണ്. ഓബ്വിയസ്ലി കോൺഫിഡൻസ് ആണ് നമുക്ക് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്. അല്ല, നേരത്തെ പേഷ്യന്റ് ഡോക്ടർ പറഞ്ഞില്ലേ, പുറത്ത് പോകാൻ പറ്റും, കല്യാണത്തിന് പോകുന്നില്ല, ഫംഗ്ഷൻസിന് പോകുന്നില്ല, ആ ഒരാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിസ്സാര കാര്യമല്ല, വലിയ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളത് ഡോക്ടർ ഉത്തരവാദിത്വം, നമ്മുടെ ഉത്തരവാദിത്വം, നിങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിനകത്തുള്ള താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഏതെങ്കിലും മാധ്യമ ആക്ച്വലി ഞാൻ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിൽ നിൽക്കുന്ന ഒരു ഡോക്ടറാണ്, ഭയങ്കര എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ ഒരു HR മാനേജറിനെ കല്യാണം കഴിച്ച പുള്ളിയായിരുന്നു എന്നെ പുഷ് ചെയ്തത്. നീ ഇവിടെയുള്ള പേഷ്യൻസിന് മാത്രം നോക്കിയാൽ മതിയാ, ലോകത്ത് ഇതേപോലെ ഇഷ്ടം പോലെ അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ട്, അവരൊക്കെ അറിയണമെങ്കിൽ നീ ഇത് ഫേസ്ബുക്കിലൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നീ ട്രീറ്റ് ചെയ്ത കേസസും ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഞാൻ ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിയായിരുന്നു എന്റെ പേജൊക്കെ നോക്കിയിട്ട് അതൊക്കെ അങ്ങനെ പിന്നെ പുറത്തുനിന്നൊക്കെ കേസസ് വരാൻ തുടങ്ങി. അങ്ങനെ ആ കേസസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഹസ്ബൻഡ് ആയിരുന്നു ഭയങ്കര സപ്പോർട്ടിങ് പേഴ്സൺ. ഇപ്പൊ എവിടാ ഡോക്ടർ എവിടാ താമസിക്കുന്ന? എവിടെ? ചേരനല്ലൂരാ, സോറി മുളകാട് ബോൾഗാട്ടി. എറണാകുളം. അല്ല, മറിയാമ്മ ഡോക്ടറോട് ഒരു സംശയം ചോദിക്കട്ടെ. മറിയാമ്മ ഡോക്ടർ ഇപ്പൊ ചോദിച്ചല്ലോ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകണം, ഈ നെറ്റി ഇങ്ങനെ കയറി മുടി ഉണ്ടായിരുന്ന കയറി വന്നതാണോ? അല്ല, കുറച്ച് നെറ്റി അല്ല, മറിയാമ്മ ഡോക്ടറെ നമ്മളെ സംശയിച്ചോ, ഇങ്ങനെ കയറി നെറ്റി അങ്ങ് നല്ല രീതിയിൽ അങ്ങ് ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ, അത് നേരത്തെ മുടി ഉണ്ടായിരുന്നത് പോയതാണോ ചോദിക്കാം. നെറ്റിയുണ്ട്, പക്ഷെ മുടി ഇപ്പൊ കണ്ടമാനം പോകുന്നു. അത് ശരി. ഒരു വലിയ മനപ്രയാസത്തിൽ മനോ ഡോക്ടർ പറഞ്ഞ പോലെ പുറത്തിറങ്ങുന്നതിലും എങ്ങനെയാണ് സൂമിൽ തന്നെ ഇനി മോഡറേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് തന്നെ വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ്. അതുകൊള്ള മുടി അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല മാം. ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട്സ് കൊടുക്കാം. ഹെയർ ഫോള് നല്ല രീതിയിൽ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേഷ്യൻസ് ഇപ്പം ചിലര് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഹെയർ ഫോൾ ആയിട്ട് ഒരു 10 years കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴേക്കും ഒട്ടും മുടി ഉണ്ടാവില്ല, ഫുൾ സ്കാൽപ്പ് കാണാം. സെയിം ഇതേപോലെ അവര് ഈ ഹെയർ ഫൈബേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഇരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാകുന്നു. അവർക്കൊക്കെ ആക്ച്വലി നാച്ചുറൽ ഹെയർ വരുത്താൻ പറ്റി ത്രൂ ഹോമിയോപ്പതി. അപ്പം നത്തിങ് ടു വെറി അതില്. നമ്മള് ഇതില് ഇനിയൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ഹെയർ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ, ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ. നമ്മള് അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സ് വേണം. ഹെയർ സ്ട്രാൻഡ്സിന് ഹെയർ റൂട്ട്സിന് ഇന്ന ടൈപ്പ് ഡയറ്റ് ഉണ്ട്. ഇപ്പം പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ നമ്മള് ഈ ഉഴുന്ന് പ്രോട്ടീൻ തന്നെയാണ്, പക്ഷെ ഉഴുന്ന് കൂടുതൽ കഴിച്ചാൽ മുടി കൊഴിച്ചിലുണ്ടാവും.
എന്താ വെച്ചാൽ ഉഴുന്ന് ആന്റഗോണിസ്റ്റ് ആണ് ഹെയർ റൂട്ട്സിന്. അത് മസിൽ പ്രോട്ടീനാണ് നല്ലത്. അതേപോലെ ഈ ബീഫ്, റെഡ് മീറ്റ്, അതും ആന്റഗോണിസ്റ്റാ ഹെയർ റൂട്ട്സിന്. പക്ഷെ മസ്കുലർ പ്രോട്ടീനിന് ബീഫ് നല്ലതാ. അപ്പം ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ കൂടുതലും കഷണ്ടിയാവുന്നത് അവർ ഈ വേ പ്രോട്ടീൻ ഒക്കെ എടുക്കുമ്പോൾ ബോഡി മാസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവര് വേ പ്രോട്ടീൻ എടുക്കും. പക്ഷെ ഇതിൽ എൻഡ് അപ്പ് വിത്ത് ഹെയർ ഫോൾ. അപ്പം അങ്ങനത്തെയും കേസസ് ഉണ്ട്. പറഞ്ഞാ ഈ എയർ എമിറേറ്റ്സിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സ് പേഷ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെ 3 മാസം കൂടുമ്പം ഈ ക്രിയാറ്റിനിൻ ലെവൽസ് നോക്കണം. പക്ഷെ ഈ വേ പ്രോട്ടീൻ എടുക്കുന്നത് നല്ലതല്ല. പക്ഷെ അവരുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് അത് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം പിന്നെ അതേപോലെ ഹെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് അതൊക്കെ ചെയ്യുമ്പോൾ ഹെയർ ലോസ് അത് ക്ലീൻ ആയിട്ട് കാണിച്ചു കൊടുക്കും. ആ സ്ട്രാൻഡ്സ് ഒക്കെ ഇങ്ങനെ പൊട്ടി സെറേഷൻസ് വന്നിരിക്കുന്നു. പിന്നെ ഈ ചകിരി പോലെ നിൽക്കുന്ന ആ ഹെയർ ഫൈബേഴ്സ് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ക്ലീൻ ആയിട്ട് പറയും, ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെന്റ്സ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും അധികം ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട്. പ്രൊഫഷണൽ ഉള്ള ആൾക്കാർ ഇപ്പൊ എയർ ഹോസ്റ്റസ് പേഷ്യന്റ് ആയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് എപ്പോഴും അവര് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യണം, ഇല്ലെങ്കിൽ ജെൽ അപ്ലൈ ചെയ്യണം. അതൊക്കെ ഹാർംഫുൾ ആണ് സ്കാൽപ്പിനും പിന്നെ ഹെയറിനും. ഈ അപ്പൊ ഈ കളറിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത ഡയറ്റിൽ അത് ഞാൻ കണ്ടുപിടിക്കും. നമുക്ക് ആ സ്കാൽപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. സോളൻ ഹെയർ റൂട്ട്സ് വരുമ്പോഴേക്കും ഇന്ന ഡയറ്റ് എടുത്തിട്ടില്ല, ഇന്ന സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അവര് പറയും, അതെ ഡോക്ടേഴ്സ് ഞാൻ മിസ് ചെയ്തു, എനിക്ക് ഉറക്കമുണ്ടായില്ല, ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ട് കിടന്നു. അപ്പോഴേക്കും സോളൻ ഹെയർ റൂട്ട്സ് കാണാം. ഉറക്കമൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. കുറെ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേക്കും യു വിൽ ഗെറ്റ് ബാക്ക് യുവർ ഹെയർ. മറിയാമ്മ ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി. കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. മുടിയൊന്നൊരു പ്രശ്നമേ അല്ല സൂമില് വരുന്നതിന്, കേട്ടോ. അല്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഈ ഹെയർ കളറിങ് എങ്ങനെയാണ്? കളറിങ്ങിന്റെ കാര്യത്തില് ഇപ്പൊ എല്ലാവരും ഹെയർ കളറിങ് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഹെയർ കളറിങ്ങും ഇറ്റ് ഡാമേജസ് സ്കാൽപ്പ്. പറഞ്ഞാ ഈ റൂട്ട്സ് സോലൻ ആയിരിക്കില്ലേ, അപ്പം നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും അത് റൂട്ട്സിലോട്ട് കയറും. സോ ഇറ്റ് എൻട്രി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അപ്പൊ എന്താവും, നമ്മുടെ പിഗ്മെന്റേഷൻസ്, ഈ ഫേസിലൊക്കെ കറുത്ത പിഗ്മെന്റേഷൻ സ്റ്റാർട്ട് ആവും ബ്ലഡ് സ്ട്രീമിലോട്ട് കയറിയിട്ട്. അപ്പൊ ഇറ്റ് അഫക്ട്സ് ഈവൻ ദ കിഡ്നി. പറഞ്ഞാൽ കുറെ വർഷത്തോളം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി ഒക്കെ അഫക്റ്റ് ആവും. എന്റെ പ്രകാരം ഏജ് ഗ്രേസ്ഫുള്ളി എന്ന് പറയണം ശരിക്കും. ഹെയർ പിന്നെ നമുക്ക് ഇപ്പം നീലാംബരി അപ്ലൈ ചെയ്യാം. അതൊക്കെ നല്ലതാ. നീലാംബരി, ഹെന്ന, അതും നാച്ചുറൽ ആണ്. അത്രയും നല്ലത്. ഹോമിയോപ്പതിയുടെ ഡൈ ഉണ്ടല്ലോ, അതാ. ഇല്ല മാം, അതിലും ഞാൻ ആ ഇൻഗ്രീഡിയൻസ് വായിച്ചിട്ട് അതില് പണിയുണ്ട്. ശരിയല്ല അല്ലേ? അല്ല, ഞാന് ഡൈ മാത്രം ചോദിച്ചത്. മറ്റേ എന്നാ പക്ഷെ നമ്മുടെ ഹോമിയോ ഡൈ വന്നിട്ട് ഇച്ചിരി കൂടെ മൈൽഡ് ആണ്. അതെന്താ വെച്ചാൽ എക്സ്പോസ് ആയ അത് വേഗം ചീത്തയാകും നമ്മുടെ ഹോമിയോത്തെ ഡൈ. ബാക്കിയപ്പം ഫുള്ള് കെമിക്കൽ ആണ്. അപ്പൊ കണ്ടീഷണേഴ്സ് പോലും യൂസ് ചെയ്തതാണ്. അതൊന്നും നല്ലതല്ല. അതിൽ തന്നെ ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വീക്ക്ലി ട്വൈസ് ആണ് കണ്ടീഷണേഴ്സ് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലോട്ട് ടച്ച് ചെയ്യരുതെന്ന് അവര് പറയാ ആ കണ്ടീഷണർ എന്താ. പക്ഷെ നമ്മൾ വാഷ് ചെയ്യുമ്പം എന്തായാലും സ്കാൽപ്പിലോട്ട് അത് ടച്ച് ആവും. ഹെയർ വാഷ് ചെയ്യുമ്പോഴേക്കും ആ കെമിക്കൽ എന്തായാലും നമ്മുടെ സ്കാൽപ്പിലോട്ട് ടച്ച് ആവും. അപ്പം അഗെയിൻ ഇറ്റ് കോസസ് സ്കിൻ ഇറിറ്റേഷൻസ്. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരൊക്കെ. സ്കാൽപ്പിൽ ഇച്ചിങ് അങ്ങനത്തെ വേറെ ഇഷ്യൂസ് ഒക്കെ ആ കെമിക്കൽസ് കാരണം വരും. ഈ ഡൈ മാത്രല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചെറുപ്പക്കാര് പിള്ളേര് ഇപ്പൊ മുടി ഇങ്ങനെ ബ്രൗൺ നിറം ആക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് അതൊക്കെ ദോഷം. ഫുൾ മാം ഇത് റിസർച്ച് ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ വരുത്തുന്നത് മറ്റേ എന്താണ് ഈ ഹെയർ ട്രീറ്റ്മെന്റ്സ് തന്നെ. ഇപ്പൊ റിസർച്ച് തെളിയിച്ചു അത്. നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റും പിന്നെ ഈ സ്ട്രൈറ്റനിങ്, പെർമിങ്, വോളിയമൈസിങ്, അങ്ങനെ കുറെ ഹെയറിന്റെ കുറെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കുറച്ച് പേഷ്യൻസ് ഒക്കെ ഇപ്പൊ ഓൾറെഡി ഡയാലിസിസിലാണ്. പക്ഷെ അത് പൊതു ഇതായിട്ട് വരുന്നില്ലല്ലോ അല്ലേ? അല്ലെ, ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേര് ഇനിയും സർപ്രൈസിങ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് ഹെയർ ഉള്ളത്, ഇനി ചെയ്യാൻ നിൽക്കല്ലേ എന്ന്. പക്ഷെ അവർക്ക് അത് ചെയ്യാതെ ഒരു രക്ഷയില്ല. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് പോലും ഈ വെള്ളി പോലെ ആ അത് ആക്ച്വലി അതൊന്നും റൂട്ടിലോട്ട് ടച്ച് ചെയ്യരുത്. ആ കെമിക്കൽ റൂട്ടിലോട്ട് ടച്ച് ചെയ്യാവരുത്. ഇനിയും ആ ഡൈ അടിക്കുന്നതിൽ തന്നെ എടുത്തിട്ട് 1 ഇഞ്ചോളം ഇല്ലെങ്കിൽ അത്രയും വിട്ടിട്ട് വേണം കളർ അടിക്കാന്ന്.
എല്ലാരും റൂട്ടിലോട്ട് ഇട്ടിട്ട് തേയുമ്പോ ചെയ്യാം. പരട്ടി ഞാനപ്പോ സ്കാൽപ്പ് നോക്കുമ്പോ റൂട്ട്സേ കാണില്ല, മൊത്തം ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ടാണ് ഫുള്ളും ഉണ്ടാവും. ഏതായാലും നമ്മുടെ ഇന്നത്തെ സമയം തീരുകയാണ്. പക്ഷേ നമുക്ക് ഇത് പോരാ, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രത്യേകിച്ച് ഡയറ്റ് എല്ലാം കൂടെ കൂട്ടിയൊരു ക്ലാസ് വീണ്ടും ഇതേ വിഷയത്തിൽ തന്നെ എത്രയും വേഗം തരണം. ഓക്കെ ഓക്കെ ഡോക്ടർക്ക് പറയുന്നതിന് ഷൈല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഓക്കെ, നന്ദി മറിയമ്മ ഡോക്ടറെ. എന്താണ് ആദ്യമായിട്ട് വന്ന ഡോക്ടർ അനുഷ വിവേകിന് എല്ലാവിധ ആശംസകളും ആദ്യമേ പറയുന്നു. അതുപോലെ തന്നെ ഇത്രയും നല്ല മനോഹരമായ അറിവുകൾ, ക്ലാസും അതുപോലെ തന്നെ അറിവുകളും പങ്കുവച്ച ഡോക്ടർ അനുഷ വിവേകിന് IFPHന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്നത്തെ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു എല്ലാ ഡോക്ടേഴ്സിനും ഡോക്ടർ അതുപോലെ തന്നെ ഇന്നത്തെ നല്ല IFPHലേക്ക് ഡോക്ടറെ എത്തിച്ച മനോജ് ഡോക്ടർക്ക് അത് ശരിയാണ്. അതുപോലെ തന്നെ ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മനോജ് ഡോക്ടർക്കും പ്രത്യേകം അതിനിടയായ ബിന്ദു ഡോക്ടർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വീണ്ടും എത്രയും വേഗം അടുത്ത ക്ലാസ്സുമായിട്ട് എത്തണമെന്നും ഒരിക്കൽ കൂടി ഡോക്ടർക്ക് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1792 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് നടത്തപ്പെട്ടു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.